ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ജയ്സൽമർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ജയ്സൽമറിൽ ബസ്സിലെത്തി. നമ്മളെ ഒരു വണ്ടിയിൽ നമ്മൾ നേരെ ഡെസേർട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുപോകണേ. ടൗണിൽ നിന്ന് 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പാക്കേജിൽ നമ്മളെ മാനേജ് ചെയ്യുന്ന രാജുബയ്യയുടെ ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടെ പറഞ്ഞു തന്ന് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ നേരെ ക്യാമ്പിലേക്ക് പോകും. ഇന്ന് ഫുൾ ഡെസേർട്ടിലാണ്, നാളെയാണ് സിറ്റി ടൂർ. ഈ രാജുബയ്യൻ്റെ ഹോട്ടലിൽ ഇപ്പോൾ വന്നേക്കണത് കാണിച്ചിട്ട് നല്ല പ്രെറ്റി പ്ലേസ്. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ഇതാണ് രാജുബയ്യ, ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ആൻഡ് നമ്മുടെ ഗാഡി അവിടെയാണ്. പക്ഷെ അതിന് കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് റോഡിൽ. ജൽദി ചൽ. ഇത് മൊത്തം ഗോൾഡൻ കളർ ബിൽഡിങ്സ് ആണ് ഈ ജയ്സൽമറിലുള്ളത്. ഈ ഡ്രൈവർ ഭയ്യ പറഞ്ഞ അനുസരിച്ച് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് ജയ്സൽമർ. ഒത്തിരി കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ജയ്സൽമർ. പക്ഷെ സിറ്റി വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ഡെസേർട്ടാണ്. പാകിസ്ഥാൻ ബോർഡർ ഒരു ഡെസേർട്ടിൽ. ഇവിടത്തെ പോലെ മാരിയറ്റ്. വെള്ളം കിട്ടാത്ത രാജ്യം പോലെ ഉണ്ട്. വെറും പാറയും കല്ലും മാത്രം. മരുഭൂമിയും അല്ല, ടൗണും അല്ല. രാജസ്ഥാനിൽ ഇവര് പറയുന്ന ഇതാണ് ഇവിടുത്തെ ഏറ്റവും വെള്ളം കൂടിയ സ്ഥലം, ജയ്സൽമറിൽ. ഇതിനപ്പുറം വേറെ വെള്ളം ഇല്ല. ഇത് ലാസ്റ്റ് മാസം മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളമാണ്. ഇത് ഇവര് പറയണത് ഭയങ്കര വെള്ളമാണെന്ന്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിന്റെ ഫ്രണ്ട് ഏരിയ. ചുറ്റും വേറെ ക്യാമ്പുകളൊന്നുമില്ല. വേറെ അവിടെ കുറെ റോഡിന്റെ സൈഡിൽ തന്നെ കുറെ ക്യാമ്പുകളുണ്ടായി. അതൊന്നുമല്ല, നമ്മൾ കുറച്ചകത്തേക്ക് മാറിയിട്ടാ. ഇതാണ് നമ്മുടെ ക്യാമ്പ്. അങ്ങനെ ഞങ്ങളുടെ ടെന്റിന്റെ അകത്തേക്ക് കയറാണ്. ഇതാണ് ഞങ്ങളുടെ ടെന്റ്. അറേബ്യൻ നൈറ്റ്സ്. ഒരൊറ്റ ഷീറ്റ് പറന്നു പോയത് ഇല്ല. അപ്പം നമ്മളെ ക്യാമ്പിലെത്തി. ജസ്റ്റ് ഫ്രഷായി, ജസ്റ്റ് ഒന്ന് ടോപ്പൊക്കെ മാറ്റി. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കഴിക്കാൻ പോകണം. ഇവിടെ രാജസ്ഥാനിൽ വന്നിട്ട് അങ്കിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? തൈര്. ഞങ്ങൾ ഇന്നലെ ഒരു വെറൈറ്റി താലി കഴിച്ചതോടുകൂടി തൈരിന്റെ ഫാന്. പോഹ എന്താ ടേസ്റ്റ് എന്താ നോക്കണം. ചോറാണിത്. ഞങ്ങളുടെ ടെന്റ് ഇളകണു ഗൈസ്. ഞങ്ങള് കുറച്ചേരം കഴിയുമ്പോ ഡെസേർട്ട് സഫാരിക്ക് പോകും. അപ്പൊ അതിന് മുന്നേ പശുവിനെ കണ്ടിട്ട് തളർന്ന് ഇനി ഒരു ക്യാമലിനെ കാണണം. 130 രൂപയുടെ മാഗിയും കയ്യിലുണ്ടായ ഓറഞ്ചും തിന്ന് ഞങ്ങൾ തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. കണ്ട, വെറുതെ ഇരുന്നപ്പോ മൈലാഞ്ചി ഇട്ട് മീനയ്ക്കും ഇട്ടുകൊടുത്ത് അങ്കിതയ്ക്കും ഇട്ടുകൊടുത്ത്. അങ്കിത കുളിക്കാൻ പോയി. ഫസ്റ്റ് നമ്മൾ എന്താ തേക്കണ്ടേ മിസ്ന? ലിപ് ബാം തേച്ചിട്ട് ലിപ് ലൈനർ ഇട്ടു. ഇനി റെഡ് കളർ കിട്ടാൻ വേണ്ടി കുഴപ്പമില്ല, പച്ച ഐലൈനർ ആദ്യം ഇടണം. അതിന് ബ്ലാക്ക് ഐലൈനർ തുറന്നിട്ടത് ചെറുതായിട്ട്. ഇത് ചെറുതായിട്ട് ഇടാൻ പാടുള്ളൂ. ഇത്രയും ചെറുതാണോ? ഓ മൈ ഗോഡ്, കുറച്ചും കൂടി ആവാം. അങ്ങനെയല്ല, അതായത് മറ്റേതാണ് നമുക്ക് നല്ലോണം ഇടേണ്ടത്, രണ്ടാമത്തേത്. ഇത് ബേസ് കളറായിട്ട് വരും.
ഇതാണ് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ലിബ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി 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 വരും. മിസ്നിന്റെ ബാഗിൽ ഇതുണ്ടോ, മാസ്ക് ഉണ്ടോ മിസ്കിനൊക്കെ? ഇല്ല. മാസ്ക് എടുക്കാം. ഇവിടെ നിക്കേ വോഗിന്റെ മോഡലാന്ന് കേട്ടോ വിചാരം. ഞങ്ങളെപ്പോഴേ റെഡിയാ, നിങ്ങളിങ്ങനെ മരം നോക്കി നിന്നോ. നീന വേമോ അപ്പൊ നമ്മൾ നമ്മുടെ ഡെസേർട്ട് ക്യാമ്പിൽ നിന്ന് ഡെസേർട്ട് ജീപ്പ് സഫാരി പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകണം. इसमें നമ്മൾ ഓപ്പൺ ജീപ്പിലാണ് സഫാരിക്ക് പോകുന്നത്. അവിടെ ഇപ്പോഴൊക്കെ ഇങ്ങനെ എന്റെ തൊപ്പി കാണാനില്ല ഗൈസ്. നിങ്ങൾ ആ തൊപ്പി കാണുന്നുണ്ടോ? നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ജീപ്പ് സഫാരി കഴിഞ്ഞെത്തി നമ്മൾ ഒരു സൺസെറ്റ് പോയിന്റിലേക്ക്. ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. സൺസെറ്റ് ആവണം, ടൈമുണ്ട്. പിന്നെ നമുക്ക് ക്യാമൽ സഫാരിയും ഇവിടെ തന്നെ ഉണ്ട്. അറിയാതെ ഇത്ര പുച്ഛത്തോടെ ഈ പാട്ട് ആരും പാടൂല. അതിലിങ്ങനെയല്ലേ അവള് ഈ പവിഴവാ തിങ്കളറിയാതെ. നല്ല കളർ, ലൈറ്റ് ലൈറ്റ്. ആ ലിപ് ഷെയ്ഡ് നല്ലതാണ്. ആരാ മൈ മേക്കപ്പ് ആർട്ടിസ്റ്റ്? MAU ആരാ? മൗ അങ്ങനല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ്? MUA ആരാ? MUA അങ്കിത വള്ളുവാ. ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ ഞങ്ങളെ മൊത്തം. കണ്ടേനെ സൂം മലയാളികളാ? ഓ അല്ല. ആ ഇത് പിടി. ഞങ്ങളുടെ ഞങ്ങൾ എന്റെ ഒട്ടകപ്പുറത്ത് ഒട്ടേക്ക് കാണില്ലല്ലോ. അതേ നോക്കങ്കിത അങ്കിതാണ് ഒട്ടക്കാറായിട. പിടിച്ചോ എന്നെ പിടിച്ചോ. आराम से भैया, धीरे धीरे സ്ലോ. ഒരു കുഞ്ഞു കൊച്ചാണ് ഇതിനെ കൊണ്ടുപോണത്. ഞങ്ങളുടെ കാലിന്റെ അത്ര പോലും ഇല്ല കൊച്ച്. കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എന്തായാലും വീണ മണ്ണിലെ കാണുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മള് നമ്മുടെ പാക്കേജിൽ പറഞ്ഞേക്കണ സ്ഥലം അല്ലാണ്ട് കുറച്ച് എക്സ്ട്രയും കൂടി എടുത്തു. അതാകുമ്പോ കൊറേ ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ക്യാമലിന്റെ കാല് പകുതി വരെ മണ്ണിന്റെ അകത്തേക്ക് പോകുമെന്ന് പറയുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് അങ്ങനെക്കും. ഇപ്പൊ ഞങ്ങള് കുഴപ്പമില്ലാന്ന് വിചാരിക്കും. വീഴത്തില്ല
ക്യാമലിന് ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണാലും മണ്ണിലല്ലേ, അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വയം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഒരു കുഞ്ഞു പയ്യനാണ്, അതാണ് പേടി. വലിയ മനുഷ്യരായിരുന്നു ഹാൻഡിൽ ചെറിയ കുഴപ്പമില്ല. ഇത് കുഞ്ഞു വാവയാണ് ഈ ക്യാമലിനെ കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങൾ ചോട്ടു സ്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ചോട്ടിന്റെ കയ്യിൽ നിന്ന് ഇടക്കിടക്കേ പോകുന്നുണ്ട്. ചോട്ടൂരെ ഞങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. പല കുതിര ഓടിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു. ഈ ഡോട്ട് നെറ്റ് ഒക്കെ പഠിച്ചു നേരുന്നത് അല്ല കുതിരയോ വല്ല ഒട്ടകോ റൈഡിങ് പഠിച്ച. ഈ സാധനം ചെരിഞ്ഞു പോണ്. ഇല്ല ആ സ്ട്രോങ് ആണല്ലോ. ദിവസവും ഓടിക്കാൻ പോണ പോലെ അല്ല, ഈ ഓടിച്ച് പോണ പോലെയാണ് പ്രജും പോണത്. ഓ ഒരാള് ഉരുണ്ടു പോണ ഒരാള്. പ്രജനാണെങ്കിൽ കൈവിട്ട് എന്നിട്ട് ആ കോൺഫിഡൻസ് അങ്ങോട്ട് ഇച്ചിരി നീനക്കും പകർന്നു കൊടുത്തു. ഇപ്പൊ നീനെ ഓവർ കോൺഫിഡന്റ് ആയി. നീനോക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. അവർക്ക് വലിയ വലിയ ആൾക്കാരുണ്ട് കൂടെ. നമ്മുടെ ബേബിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാണ് നമ്മുടെ ആശാനെ കണ്ടില്ലേ ഇവിടെ കമ്പിത്തിരി അടിച്ച് കളിക്കേണ്ട സമയത്ത് ഇതിന്റെ കയർ എന്റെ തന്നേക്കണ് ഈ പ്രജിന്റെ വണ്ടീന്റെ. എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറ ചോട്ടു. താങ്ക് യു. बहुत अच्छा काम किया तूने. ഒരു ഡ്രാഗൺ റൈഡ് കഴിഞ്ഞിരിക്കുകയാണ് ഖലീസി ആൻഡ് മിസ്സാന്റെ. പക്ഷെ ലാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്കിതൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കൂടെ കയറി. അവസാനം അങ്കിതനോട് ഇറ്റ്സ് ഓക്കെ മിസ് നൈസ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. അവസാനമായപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ പറക്കണ് ഒറ്റ കോടി. ഒന്നുകൂടി ചെയ് കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കും. ക്യാമറ സഫാരി കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. ഇനിയിപ്പോൾ സൺസെറ്റിന്റെ സമയം. വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. സൺസെറ്റ് കാണാം. മറ്റേ സൈഡിൽ നിന്ന് തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ സൺസെറ്റും കണ്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് ഫത്തേഹ് ഖാൻ എന്ന് പറഞ്ഞ ഈ ബയ്യ ഭയങ്കര കുറവ് റേറ്റിന് ഒന്നും കൂടെ ക്യാമൽ സഫാരിക്ക് പോയാലോ എന്ന് ചോദിച്ചത്. ഇപ്പം പിന്നെ ഓവർ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ ഞങ്ങളെല്ലാവരും കയറി. അങ്ങനെ നമ്മുടെ മിസ്ന ആ പേടി കുറച്ചൊക്കെ മാറ്റി നമ്മുടെ രാജ ഹിന്ദുസ്ഥാനിനെ പിടിച്ചു ഫൈനലി. ചവയ്ക്കുന്ന വെച്ച് ഇവിടെ വരെ കേൾക്കാം. ഉണ്ട് ഓക്കെ അല്ലേ? മിസ്ന ബേബി ഈസ് ഹാപ്പി. टाइट है क्या? यहाँ यूज करा दो भैया. ये टाइट नहीं है, इधर टाइट नहीं. हेलो समिया करे बकरी उगी अपन ले आओ. പാസ്പോർട്ട് ഉണ്ടോ? രാജാ പീഹുവിനൊരു ഹായ് കൊടുക്ക്. ഹായ് പീഹു പറ. ഹായ് പീഹു. हाय पीहू ने परा. जैसे अपने बच्चों को कैसे प्यार करते हैं, ऐसे इसको हम ऐसे प्यार से बड़ा करते हैं ना. मेरी बहन है पीहू, उसको हाय बोलो. वो भी छोटी है. तो जैसे वैसे प्राण जैसे उसको टेलिंग देते हैं ना, वैसे इसकी टेलिंग होती है. उठने की होती है, बैठने की होती है. फतेह खान वाले बनना है. फतेह खान एक हमारा फोटो लेना, गाँव जाएंगे याद करेगा ना कि राजस्थान में हमें इसके साथ भैया के साथ गया था. इस भैया के साथ हमने इस राजा हिंदुस्तानी के ऊपर गए, घुमाया हमको. ഞാനും വരാം, ഒരു സെൽഫി എടുക്കാം. ഫോട്ടോ ആയിട്ട് എടുക്കണം. വീഡിയോ. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഫത്തേഹ് ഖാൻ ഭയ്യയുടെ കൂടെ
രാജാ ഹിന്ദുസ്ഥാനിയുടെ മേലെ ഇരുന്ന് പോയത്. Camel safari good. ക്യാമൽ സഫാരി വെരി ഗുഡ്. ആ, നിങ്ങൾ ഇവിടെ ക്യാമൽ സഫാരിക്ക് വരുന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരുടെ എടുക്കാണ്ട് ഇതുപോലെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ലോക്കൽസിന്റെ ക്യാമൽസിനെ കിട്ടും. അവിടെ ഭയങ്കര പൈസയാണ്, ഇവിടെ റേറ്റ് കുറവാണ്. ഞങ്ങൾ 700 പോയത്, ഇത് 100 രൂപക്ക് നമ്മളെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ചൂസ് ചെയ്യാം. ആ സീതേ യഹാപ്പർ രാജാന നടന്ന് ഇങ്ങോട്ട് നടന്ന് വന്നാ മതി. അപ്പൊ ഇങ്ങനെയുള്ള ലോക്കൽ ഒട്ടകച്ചേട്ടന്മാര് വരും. അയ്യോ ചാച്ചാ ചാച്ചാ. താങ്ക് യു സോ മച്ച്. ആ സൺസെറ്റ് അത് മാറി കിട്ടി. കൊറേയൊക്കെ പേടി എനിക്കായിരുന്നു സ്റ്റാർട്ടിങ്ങില് പേടി. പക്ഷെ പിന്നെ എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ഓക്കെ ആണ്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് കണ്ട് നമ്മള് ഇനി ക്യാമ്പ് സൈറ്റിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. നമ്മുടെ ചേട്ടൻ നമ്മളെ വിളിച്ചു തിരിച്ച് ജീപ്പില്. തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തി. അപ്പത്തേക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് ജീവനോടെ എത്തി. നമ്മൾ പൊട്ടൊക്കെ തൊട്ട് കുട്ടപ്പന്മാരായി. യെസ്, വെൽക്കം. ഫ്രീ പൊട്ടത്ത് എൻട്രൻസ്. ഒത്തുചേരും എന്താ മണക്കുന്നു? ഒട്ടകത്തിന് വേണമല്ലേ? നല്ല മണം. കുറച്ച് നാച്ചുണ്ട്. रहेंगे हम नहीं. എന്താ നീന ഇതിലൊന്നും താല്പര്യമില്ലാത്തല്ലേ? സിംഗിൾ ലൈഫ്. ടീ സ്നാക്സ് ഒക്കെ കുടിക്കുന്ന സമയം. मैम आपका नाम बताइए. अंकिता. अंकिता जी पर मैं कविता बोल रही हूँ, गौर से सुनो. एक कवि तेरी कल्पना कोरी है, एक कवि तेरी कल्पना कोरी है. अंकिता जी आप चांद से गोरी है. एक कवि तेरी कल्पना कोरी है. अंकिता जी आप चांद से गोरी है. चांद में तो दाग है, आप बेदाग चकोरी है. अंकिता जी चांद से भी गोरी. तल जरा
ഗൈസ്, ഈ മണ്ണിന്റെ തണുപ്പ് ഭയങ്കര അൺസൈക്കബിൾ തണുപ്പല്ല, പക്ഷെ ഭയങ്കര നല്ലൊരു തണുപ്പ്. രാത്രി ഡെസേർട്ടിൽ ഇത്ര മണ്ണിന് തണുപ്പുണ്ടാവും ഞാൻ ഇപ്പഴാ അറിഞ്ഞേട്ടാ. ഭയങ്കര നല്ല നല്ല തണുപ്പ്, നല്ല തണുപ്പാട്ടാ, നല്ല സുഖമുള്ള തണുപ്പല്ലേ. ഭയങ്കര തണുപ്പില്ല. ഫോട്ടോ എടുത്താലോ എല്ലാവർക്കും കൂടെ ഈ വട്ടത്തില്? ആംഗിളാക്കും. മതി മതി. നല്ല മോതുണ്ട് ट्राई करो, ट्राई करो भैया, करते ना एक बार ट्राई करो. 6 so bad. ഇവിടെ നിന്നിട്ട് കാര്യമുണ്ട്. നടക്ക്, എന്നെ കണ്ടു. നിങ്ങൾ ക്ലോസ് ഇപ്പോഴും തട്ടുക. 1 2 3 4 1 2 3 ഇതല്ലേ ആവേശ് ഭയ്യാക്ക് ഞങ്ങളെ കളി ഭയങ്കര ഇഷ്ടപ്പെട്ട് നാട്ടിൽ പോയി ഫുൾ പഠിപ്പിക്കുന്നാണ് അങ്കിത പറയണത്. ആരാ തോറ്റത്? നീന. ഫൈനലി നീന തോറ്റിരിക്കുകയാണ് ഗൈസ്. രാവിലെ ഒരു 8 മണിയായപ്പോഴത്തേക്കും ഞങ്ങള് എല്ലാവരും എണീറ്റിരിക്കണേ. എല്ലാവരും എണീറ്റിട്ടില്ല, കുറച്ച് നേരം എണീറ്റോണ്ടിരിക്കണം. അവിടെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച, ടെൻറ്റിൻ്റെ ഒക്കെ പുറകിലേക്ക് കണ്ട ഫുൾ മരുഭൂമി, ആകാശം, മരുഭൂമി ആകാശം മാത്രം. ഹലോ ഗൈസ്, സോ നമ്മൾ ക്യാമ്പിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈമായി. നമ്മൾ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സും ഇവിടെ പോന്നിട്ടേക്കണം. കറക്റ്റ് മാച്ചല്ലേ? ഇന്ന് ജയ്സൽമേർ ഫോർട്ടിലൊക്കെയാണ് പോകാൻ പോകുന്നത്. കമ്മൽ എൻ്റെ നാട്ടിൽ നിന്ന് വെച്ചത് തന്നെ. നെറ്റേക്ക് എടുത്തോണ്ട് പോയി. ഞാനൊരു ഒട്ടക രാജകുമാരി ജീവിക്കാൻ പോലോ. ബൈ. ബജ്രംഗി ഭായ്ജാൻ ഷൂട്ട് ചെയ്ത ഹോട്ടലാണ് ബജ്രംഗി ഭായ്ജാന്റെ. പക്ഷേ ഇവിടെ ജയ്സൽമർ ഫോർട്ടിലേക്ക് കയറാൻ പോണേ നമ്മുടെ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഇത് നമ്മൾ ഫോർട്ടിന്റെ അകത്താട്ടോ. നമ്മളിപ്പോ കാണുന്നത് റാണി മഹലിന്റെ ബാക്ക് സൈഡാണ്. ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ കേറിയില്ല. നമ്മൾ വിചാരിച്ച കെട്ടിടങ്ങളാണ് ഇതൊക്കെയാണ്. ഇതൊക്കെ ഫോട്ടോ ആയിരുന്നു. और क्या देखेंगे हम? ब्लॉगर छोटी सी यूट्यूबर हो? हाँ, सीधे वहाँ है. ठीक है ठीक है ठीक है. ये पूरा पार्ट जो है राजपूत पार्ट है. ये जो पार्ट जो देख रहे हैं राजपूत है. हाँ, जो सैनिक वाला गाइडिंग पार्ट है, एडवाइजर वाला पार्ट. ब्राह्मण और राजपूत, वेज और नॉन वेज. വെജ് ഓർ നോൺ വെജ്? ബ്രാഹ്മിൻ രാജ്പൂത്. ഞാൻ രാജ്പൂത്തിലേക്ക് പോട്ടെ. सियासन अभी भी राजा बैठते हैं वहाँ. अभी भी राजा बैठते हैं. व्हाइट मार्बल का सियासन दिखाई दे रहा है. ഈ രാജാ ഹേ യഹാ? हाँ, चैतन्य राज भी है. ഓ, ഇപ്പോഴും രാജാവ് ഉണ്ടെന്നാ പറയണേ. ഇതാണ് രാജാവിന്റെ മഹൽ. ഇപ്പോഴും രാജാവ് ആ കൂട്ടി വന്നിരിക്കുന്ന എന്ന് വെച്ചാൽ കാണാൻ. ആ കൂട്ടല്ല, അത് കസേര. മഹാരാജ മഹൽ.
रियल एंड है सती റിയൽ का हाथ है सती പെണ്ണുങ്ങളുടെ ആ ഇത് का डेथ होता है ആ ना രാജാവ് മരിക്കുമ്പോ രാജ്ഞികള് സതി ചെയ്യും, അതായത് തീ ചാടി മരിക്കും. അവരുടെ കൈയാണ് അത് ഒറിജിനൽ. അയ്യോ പാവങ്ങള്. സോ സോറി. आपका नाम क्या है? मुन्ना. डेजर्ट में 42 किलोमीटर ऑल टाइम सीसी कैमरा आफ्टर सिटी बात का बसा है പണ്ടത്തെ CCTV ക്യാമറ. अंडरग्राउंड राजा को जाओ। पकड़ने का काम करते हैं हाँ। पता नहीं चलेगा लॉक लग जाएगा तो इधर में है ना अभी तुम अंदर गया इधर से गार्ड आएगा लॉक लगा देगा तुम चला अंदर मोबाइल काम नहीं करेगा ये अंडरग्राउंड राजा को आक्रमण होता ना इधर चले जाता लेकिन हम अभी ऊपर है ना. 250 वेट 250 हाइट पे है अभी सिटी से है ना 250 अंडरग्राउंड मतलब रोड तक. ये कहाँ जाएगा मेरे को नहीं पता किंग को पता है ठीक है ठीक है. ഇതാണ് നമ്മുടെ ആള് ചൈതന്യ രാജ് സിംഗ്. എവിടെ കണ്ടു കിട്ടും? കബ് മിലേഗി ഇസ്കോ? बुलाओ बुलाओ, हमें देखना है ना बैचलर राजा को. कल आए थे, आज नहीं आएंगे. माता जी भी राजमाता भी आई थी हाँ നമുക്ക് കളിക്കാം. हमें एक वीडियो लेना था. നമുക്ക് അതിന്റെ 2 3 സ്റ്റാർട്ട്. ഓ ഹോളി കളിക്കണ സ്ഥലമാണിത്. एक राजा 15 17 20 25 21 ऐसी रानियां होता ഓഫ്. है ना अनेक रानियां होता അപ്പൊ എല്ലാരും കൂടെ ഇവിടെ ഹോളി കളിക്കും. सबसे बड़ा रानी महारानी उसका कलर यहाँ लगता महारानी उसका सन होता वो प्रिंस वही राजा हर रानी का बच्चा राजा नहीं बनता ഓ ഒരു ഫോറിനർ ലവർ ഉണ്ടായിരുന്നു രാജാവിന്. ആ ലവറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റൂമാണ്. 350 കിലോ ഉള്ള ഒരു രാജാവ് ഉണ്ടായി ഇതിൻ്റെ അകത്ത്. ആ പുള്ളിയുടെ ഡ്രസ്സാണ് ഈ കാണുന്നത്. ഭയങ്കര വലുതാണ്. ഈ ചെറിയ കെട്ടിടങ്ങൾ പോലും സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കണേ കൊണ്ടാണ് ഇതിന് പെയിന്റ് അടിക്കാണ്ട് ഇതിനെ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. എന്താ ഇത് പണിഷ്മെന്റ് ടവറാണ്. രാജാവിനോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ അതിന്റെ അകത്തേക്ക് ഇടും. അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് അകത്തേക്ക്. ആ നമ്മൾ റാണി മഹലിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ കയറുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇവിടെയാണ് റാണീന്റെ ബാത്റൂം. ഇവിടെ ബാൽക്കണി. അതായത് ഏകദേശം ബാക്ക് സൈഡാണ്. ഓ ഈ ബാൽക്കണി നോക്കിക്കേ. വാവ്. आफ्टर होली ये मूर्ति को बाहर निकालेंगे होली के 16 डे बाद और इस मूर्ति नहीं है यहाँ कश्मीर गुजरात नहीं है, नहीं तो पूरा इंडिया है। एंट्रेंस है किले का पहला गेट, सेकंड गेट, थर्ड गेट, फोर्थ गेट। ये है मेन स्क्वायर। आप लोग मुझे ये गली में मिले। यहाँ से हम ऊपर गए, ये हाईएस्ट पॉइंट। अभी हम लोग इधर है। फिर अब टेम्पल वाला पार्ट वेज, ये नॉन वेज, मिक्स वेज। 4,000 people inside fort now present time. ഇപ്പൊ നിലവിൽ ഈ ഫോർട്ടിന്റെ അകത്ത് 4500 പേരുണ്ട്. ഇന്ത്യയുടെ റെപ്രസെന്റേഷനിൽ ഈ ഫോർട്ട് കാണിച്ചേക്കണേ. നമ്മളിപ്പോ നിലവിൽ ഇവിടെ ഉള്ളു. റാണിമാരുടെ മേക്കപ്പ് റൂമായിരുന്നു ഇതിന്റെ അകത്തൊക്കെ. റാണി മഹൽ ഫുൾ അടച്ചിട്ടേക്കണേ, ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിൽ. मेरे पिया ने रंगो किया है वहां से टेलीफोन. पंजाबी कुड़ी सामने आयता खड़ा रहेगा कुड़िए अनबॉक्सिंग. अनबॉक्सिंग निधि 1 2 3
സിൽവറിന്റെ ബെഡാണ്, സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ ബെഡ്. ചൂടെടുക്കാതിരിക്കാനായിട്ടുള്ള ടൈപ്പ് ഓഫ് ഇന്റീരിയേഴ്സ് ആണ് ഇവിടെ ചെയ്തത്. കുഞ്ഞിനായിട്ടുള്ള തൊട്ടിയുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. ये देखिए, ये है VVIP मीटिंग रूम। अफगान तेहरान के अंदर से जो लोग आते थे वो यहाँ पे बैठ के मीटिंग किया करते थे। जैसे कि टेबल है, सामने सोफा सेट है, दोनों ही चांदी से बने हैं। कैंचस में आप देखो ഇവിടെയാണ് ഹം ദിൽ ദേ ചുക്കിയ സ്ഥലമില്ലേ, മറ്റേ സൽമാൻ ഖാൻ ഐശ്വര്യ റായ്, അവിടെ ഇവര് പട്ടം പറപ്പിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തത്. യെല്ലോ ജിലേബി ഇത്രയും നല്ലത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്, കേടാവുന്നു. ഇതാണ് നല്ല യെല്ലോ ജിലേബി. ഫസ്റ്റ് ടൈം. സന്തോഷം. ജയ്സൽമർ ഫോർട്ടും പത്തുവും ഹവേലിയും കഴിഞ്ഞിട്ട് ഞങ്ങള് ഗഡിസാഗർ ലേക്കിലേക്ക് പോകും. സ്വീറ്റ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം ഒരു 1:30 കഴിഞ്ഞു. ഗഡിസാഗർ ലേക്ക് നട്ടുച്ചക്ക് ഗഡിസാഗർ ലേക്കിൽ വന്ന് നമ്മൾ വ്യൂ കാണുവാണ്. പണ്ട് ഇത് കുടിക്കാൻ എടുക്കണ വെള്ളമായിരുന്നു നാട്ടുകാർക്ക്. ആർട്ടിഫിഷ്യലാണ്, ആർട്ടിഫിഷ്യൽ ലേക്ക് ബിൽഡ് ബൈ മഹാരാജ ഗഡ്സി സിംഗ് 14th സെഞ്ചുറിയിൽ. ഇതേ മലയാളികൾ ചോദിക്കാം. ഞങ്ങള് കണ്ണൂര്, കൊച്ചി, തൃശ്ശൂർ എല്ലാം ഉണ്ട്. ആ ഞങ്ങള് ഇൻഫോ പാർക്ക്, എല്ലാരും ഇൻഫോ പാർക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങള് ജയ്സൽമർ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി ജോധ്പൂരിലേക്ക് ട്രെയിൻ. ജയ്സൽമർ കഹാനി ഇവിടെ ഖത്തം ഹോ റഹി ഹൈ. ഓക്കെ, എന്താ ശബരിമലയ്ക്ക് പോണ പോലെ. സ്ലീപ്പർ കോച്ചാണ്. ഞങ്ങൾ കിടന്നുറങ്ങുന്ന എൻ്റെ അടുത്ത് 2